ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള പദങ്ങളിലൊന്ന് അതായിരിക്കും എൻ്റെ, അല്ലെങ്കിൽ ഞങ്ങളുടെ. പൊസസീവ് പ്രോനൗൺ എന്നൊക്കെ നമ്മൾ വ്യാകരണത്തിലൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ചെറിയ പദം എന്തുമാത്രം ഊർജ്ജവും ബലവുമാണ് ഓരോരുത്തർ കൊടുക്കുക. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചത് തന്നെയാണ്, ആസിഡ് ആക്രമണത്തിൽ ഇങ്ങനെ വല്ലാതെ പൊള്ളലേറ്റൊരു സ്ത്രീ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ ഡോക്ടർ ഒരേ ഒരു കാര്യം മാത്രമേ അവളുടെ ആവശ്യപ്പെട്ടുള്ളൂ: ജീവിതത്തിൽ ഒരിക്കലും നീ ഒരു കണ്ണാടി നോക്കരുത്, പിന്നെ നിനക്ക് താങ്ങാൻ പറ്റില്ല. എന്നിട്ടും ഒരു ദിവസം അവൾ കണ്ണാടി നോക്കാൻ ധൈര്യപ്പെടുന്നു. അവളുടെ തന്നെ ഭാഷയിൽ അയയിൽ ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കീറപ്പുതപ്പ് കണക്ക് ഒരു രൂപം, 2 സുഷിരങ്ങൾ, കണ്ണെന്ന് വേണമെങ്കിൽ വിളിക്കാം, വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അവളുടെ പിന്നിലൂടെ 2 കരങ്ങൾ മുന്നോട്ട് നീണ്ട് അവളിങ്ങനെ ചേർത്ത് പിടിച്ച് അവളുടെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു: നീ എൻ്റേതാ. അതവളുടെ പുരുഷനാണ്. പിന്നീട് നമ്മുടെ വായന മുറിയുന്നു. കണ്ണ് നിറയുമ്പോൾ വായന അത്ര എളുപ്പമല്ല. അങ്ങനെയാണ് ഒരു ചെറിയ പദത്തിന് എന്തുമാത്രം ഊർജം കൊടുക്കാനാകുമെന്ന് വായനയിൽ നിന്ന് ബോധ്യപ്പെട്ടത്. ഒരു സ്വകാര്യ അനുഭവമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 25 വർഷം മുമ്പ് വിദ്യാർത്ഥിയായിരുന്ന, സെമിനാരി സ്റ്റുഡൻ്റായിരുന്ന കാലത്ത് വലിയച്ഛന്മാർ മാത്രം പാർക്കുന്ന ഞങ്ങളുടെ ഒരു ആശ്രമത്തിൽ ഒരു വല്ലാത്ത സമയത്ത് ചെന്നു, പാതിരാക്ക് കഴിഞ്ഞ് നേരത്തെ ചെന്നു. വെറുതെ മണിയടിച്ച് അവർ ശല്യപ്പെടുത്തണമെന്ന് ഓർത്തിട്ട് പുറത്ത് കൂനി പിടിച്ചിരുന്ന് ഉറക്കം തുടങ്ങി. 1-2 പേര് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് കുറച്ച് ഒരു സ്ഥലകാല ബോധമൊക്കെ വരുന്നത്. നൈറ്റ് പെട്രോളിന് വരുന്ന പോലീസാണ്. നീ എന്താ ഇവിടെ? ഞാൻ ഈ ആശ്രമത്തിലുള്ളവർ അതിനകത്തല്ല, നീ പുറത്താണല്ലോ, വിളിക്ക്, ആരെങ്കിലും വരട്ടെ. പക്ഷെ അതിനകത്ത് വലിയൊരു അപകടമുണ്ട്. സ്വന്തം പേര് പോലും മറന്നു തുടങ്ങിയിരിക്കുന്ന ഒരു വലിയച്ഛനുണ്ട് അവിടെ, ഡിമെൻഷ്യ. ഉറക്കമില്ലാത്ത ഒരാൾ അദ്ദേഹമാണ്. ആര് മണിയടിച്ചാലും ആദ്യം ഓടിയെത്തുന്ന അദ്ദേഹമായിരിക്കും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം അത്ര ഭംഗിയുള്ളതല്ല. അപ്പോൾ ആകപ്പാടെ പ്രാർത്ഥിച്ച് ഇത് മാത്രമേ ഉള്ളൂ: ദൈവം ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം വരില്ലേ. പക്ഷേ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നതിനേക്കാൾ മുമ്പേ അതിനേക്കാൾ വേഗത്തിൽ മറ്റൊരു വലിയച്ഛൻ വന്നു. അദ്ദേഹത്തിന് ഉറക്കത്തിന് ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. ചെറിയ മഴക്കാലമായി കഴിഞ്ഞാൽ, തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ജാലകത്തിനടുത്തിരുന്ന് ഇങ്ങനെ പ്രാവ് കുറുകുന്ന ആസ്മാറ്റിക്കായ ഒരാളായിരുന്നു. പുറത്തേക്ക് വരുന്നു, എന്താ പറ്റിയെന്ന് പോലും ചോദിക്കുന്നില്ല. എന്തോ ഒരു പന്തികൾ നമ്മൾ പെട്ടെന്ന് മാത്രം മനസ്സിലാവുന്നു. കുതിച്ച് മുമ്പോട്ട് വന്നിട്ട് അക്ഷരാർത്ഥത്തിൽ ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് നമ്മളെ തട്ടിയെടുക്കുക, സ്നാച്ച് ചെയ്യുക. എന്നിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ കൊച്ചാ, എന്തു വേണം? ജീവിതത്തിൽ എല്ലാവരും ചില നിമിഷങ്ങളിൽ, വല്ലാതെ വൾണറബിളായ നിമിഷങ്ങളിൽ ആഗ്രഹിക്കുന്നൊരു വാക്കാത് ഞങ്ങളുടേത്. എൻ്റെ കുഞ്ഞ്, എൻ്റെ പുരുഷൻ, എൻ്റെ സ്ത്രീ, എൻ്റെ ഭൂമി, ഞങ്ങളുടെ അപ്പം, ഞങ്ങളുടെ പിതാവ്. യേശുവും ആ വാക്കിൻ്റെ ബലത്തിൽ ജീവിച്ച ഒരാളാണ്. പുഴയിൽ മുങ്ങാനായിട്ട് ഊഴം കാത്ത് നിൽക്കുക, സാധാരണക്കാരിലൊരാൾ. യോഹന്നാൻ യേശുവിനെ തിരിച്ചൊക്കെ അറിയുന്നുണ്ട്, വിലക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എഴുതപ്പെട്ടതുപോലെയൊക്കെ സംഭവിക്കട്ടെന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ കൂട്ടത്തിൽ അവരിലൊരാളെ കണക്ക് അതിനകത്ത് മാറി നടക്കേണ്ട ബാധ്യത യേശുവിനില്ല, അതിനുള്ള ആഗ്രഹവും ഇല്ല. അങ്ങനെ പുഴയിൽ മുങ്ങി പൊങ്ങുമ്പോൾ പെട്ടെന്ന് ആകാശം അവൻ്റെ മീതെ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്: നീ എൻ്റെ പ്രിയപ്പെട്ട, യു ആർ മൈ ബിലവഡ്. ആ ഒരു പ്രിഫിക്സ് കൊടുക്കുന്നൊരു ബലം, എൻ്റെ. ആ ഒരു ബോധം യേശു ഇങ്ങനെ അവസാനത്തോളം കൂടെ കൊണ്ട് നടന്നു. നമുക്കറിയാം, കുരിശിൽ ഇങ്ങനെ മുങ്ങിത്താഴുമ്പോൾ അതേ ശബ്ദം യേശു വീണ്ടും ഉയർത്തുന്നത്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുമ്പോഴും കൈവിട്ടു പോയെന്ന് തോന്നുമ്പോഴും ആ വാക്കിൻ്റെ മൂല്യത്തെക്കുറിച്ച് യേശു വളരെ ബോധവാനായിരുന്നു. ഒരിക്കൽ എന്നോട് ആകാശം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവന് പ്രിയപ്പെട്ടത്. അതുകൊണ്ട് മുങ്ങുമ്പോഴും അവൻ വിളിച്ചത് അതേ വാക്ക്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനെന്നെ കൈവിട്ടു. അപ്പോൾ അത്രയും ജീവിതത്തോട് ബന്ധിപ്പിച്ച് നിർത്തുന്നൊരു പദമാണ് അത്. 1-2 സൂചനകൾ കൂടി സുവിശേഷത്തിൽ എടുത്താൽ നല്ലതാണ്. സുവിശേഷം തുടങ്ങുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന വാക്ക് റാബി എന്നൊരു വാക്കാണ്. റാബി എന്ന് വെച്ചാൽ ഗുരു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നാൽ സുവിശേഷം തീരുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കുന്നു, ഒരു സ്ത്രീ പ്രണയത്തിൽ
ഇങ്ങനെ അവനോട് കുറുകയാണ്, റബോനി, മൈ മാസ്റ്റർ, എൻ്റെ ഗുരു. പെട്ടെന്ന് ആ പദത്തിന് എന്തൊരു ആഴമുണ്ടാകുന്നു, എന്തൊരു ഗുരുത്വം ഉണ്ടാകുന്നു. സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്ത് മറിയം അത് പറയുമ്പോൾ പുരുഷന്മാരെ പ്രതിദാനം ചെയ്തുകൊണ്ട് തോമസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ചുരുക്കത്തിൽ എന്താ ഈ ആത്മീയം എന്ന് പറയുന്നത്? ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് റിലേറ്റിംഗ്. നിങ്ങൾ പാർക്കുന്ന ലോകത്തോട് ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട് നടത്തുന്ന വളരെ പ്രകാശമുള്ളൊരു ശ്രമത്തിൻ്റെ പേരാണ് ആത്മീയത. അതുകൊണ്ട് തന്നെ ആ പദം ഒഴിവാക്കാനാവില്ല. ഓരോ ദിവസം കഴിയുന്തോറും ആ പദത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ നമ്മളെ പരിശീലിപ്പിക്കുന്ന ലോകത്തോട് റിലേറ്റ് ചെയ്യാനായിട്ടുള്ള, ബന്ധപ്പെട്ട് നിൽക്കാനായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള അലങ്കാരങ്ങളും രൂപങ്ങളും നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ്. വേദപുസ്തകത്തിൽ നിന്ന് അങ്ങനെ ഒരു 5 സൂചനകളാണ് വെറുതെ ഈ കോണ്ടസ്റ്റിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഒന്നിങ്ങനെയാണ് യേശു പറയുന്ന കണക്ക് വിളക്ക് കൊളുത്തി നിൽക്കുക, ലോകത്തോട് കുറേ കൂടി സ്വാഗതം ചെയ്യുക. രാത്രിയുടെ ഏത് യാമത്തിൽ വരുന്ന യജമാനു വേണ്ടിയും വിളക്ക് കൊളുത്തി കാത്തിരിക്കുന്ന മനുഷ്യർ. യജമാൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ എസ്കറ്റോളജിക്കലായിട്ട് മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. അവൻ 2ാം വരവിൽ വിളക്ക് കൊളുത്തി നിൽക്കുന്ന സഭയുടെ കഥയൊക്കെ ആയിട്ട് നമ്മളതിന് പറയുന്നുണ്ട്. നിശ്ചയമായിട്ടും അതിനങ്ങനെയും ചില റെസൊണൻസ് ഉണ്ടാവാം. പക്ഷെ ഒരു സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ ഏത് രാത്രിയിലും വിളക്ക് കൊളുത്തി നിൽക്കുന്ന മനുഷ്യർ, പാതിരാവിലെ ജോലി കഴിഞ്ഞ് വരുന്ന എൻ്റെ പുരുഷന് വേണ്ടി കാത്തു നിൽക്കുന്ന സ്ത്രീ, അപ്പം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്ന ചെറിയ കുഞ്ഞുങ്ങൾ, ലോകമെമ്പാടും ഇങ്ങനെ മനുഷ്യർ വിളക്ക് കൊളുത്തി നിൽക്കുക. മിഴികളിൽ ഈ വിളക്കുള്ള മനുഷ്യർ. അതതിൻ്റെ ഒരു ആദ്യത്തെ വിചാരമാണ്. ലോകത്തോട് റിലേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ലോകത്തെ സ്വാഗതം ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രകാശം. യേശു പറയുന്നുണ്ടല്ലോ, കണ്ണാണ് നിൻ്റെ വിളക്ക്. ലോകത്തെ നിങ്ങൾ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്? ഏത് രാത്രിയിലും ഏത് യാമത്തിലുമൊക്കെ വരുന്ന മനുഷ്യരോട് നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നത്? അതാരും ആവാം. ഒരുപക്ഷെ നിങ്ങൾ യജമാനൻ തീരെ സങ്കല്പിക്കാത്ത മനുഷ്യരായിരിക്കാം. പക്ഷേ അന്തിമവിധിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതായിരുന്നു നിങ്ങളുടെ യജമാനൻ. എപ്പോഴാണ് നിന്നെ വിശക്കുന്നവനായിട്ടും ദാഹിക്കുന്നവനായിട്ടും പരിക്കേറ്റവനായിട്ടും ഞങ്ങൾ കണ്ടത്? എപ്പോഴാണോ ഈ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യരെ നിങ്ങൾ സ്വാഗതം ചെയ്തോ, അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ തന്നെ സ്വാഗതം ചെയ്തത്. കുറേ കൂടി ഈ പ്രകാശമുള്ള മനുഷ്യരെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, വിളക്കേന്തിയ വനിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മഹതിക്ക് കൊടുക്കുന്ന വിശേഷണം. ആരുടെ കൈവശമായി വിളക്കില്ലാത്തത്? ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിങ്ങൾ ചെല്ലുക, ഒരു പക്ഷേ കുറച്ചൊരു നിസ്സഹരണം തോന്നിക്കുന്നൊരു ബോഡി ലാംഗ്വേജ് അത്തരം ഇടങ്ങളിൽ കണ്ടുവരാറുണ്ട്. നമുക്ക് ആരോട് എന്ത് ചോദിക്കണമെന്ന് പിടുത്തമില്ല. അപ്പോൾ അതേ മുറിയുടെ ഒരു കോണിലിരിക്കുന്ന ഒരു ചെറിയ മകൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നു. എന്തൊരു ആശ്വാസം. പെട്ടെന്ന് നമ്മൾ അവളുടെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് ഇങ്ങനൊരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത്രയും പേരിരിക്കുന്ന ഒരു വലിയൊരു ഓഫീസിനകത്ത് അവളുടെ അടുക്കലേക്ക് നമ്മൾ ആകർഷിച്ചെന്താണ്? അവളുടെ കൈവശം ഒരു അദൃശ്യ വിളക്കുണ്ടായിരുന്നു. പണ്ടിങ്ങനെ വായിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ, വിദേശത്താണ്, ഒരാളിങ്ങനെ എല്ലാ വാഹനങ്ങളിൽ വരുന്ന മനുഷ്യരെയും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. വയോധികനായൊരു മനുഷ്യനാണ്. നല്ല മഞ്ഞ് പെയ്യുന്ന രാവ. ഒടുവിൽ കുറേ അധികം വണ്ടികൾ വന്നു പോയി കഴിയുമ്പോൾ വന്നൊരു ചെറുപ്പക്കാരൻ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന വശത്തേക്കാണ്, എന്നെയും കൂടി കൂട്ടാവോ? ഓ കൂട്ടാം. പോകുന്ന വഴിക്ക് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, കാരണവരെ എന്തുമാത്രം പേര് ഈ വഴിക്ക് പോയതാ, എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇത്രയും കാത്തു നിന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഇവിടെ വന്ന ഓരോ മനുഷ്യരുടെയും കണ്ണിലേക്ക് ഞാനൊന്ന് പാളി നോക്കുമായിരുന്നു. അവരിൽ ആരിലും ഇങ്ങനെ സ്വാഗതം ചെയ്യുന്ന ഒരു ഭാഷയില്ലായിരുന്നു. അവരുടെ മിഴികളിൽ ഈ വിളക്കില്ലായിരുന്നു. അവരുടെ മിഴികൾ തഴുതിട്ട മിഴികളായിരുന്നു, അടച്ചുപോയ മിഴികളായിരുന്നു. എന്നാലോ നിൻ്റെ മിഴിയിൽ ഇങ്ങനെ സ്വാഗതം കണക്ക് എന്തോ ഒന്ന് കത്തുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാകും അവൻ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഏത് യാമങ്ങളിൽ, വിശേഷിച്ചും അപ്രതീക്ഷിത യാമങ്ങളിൽ വരുന്നവർക്ക് വേണ്ടി പോലും വിളക്ക് കാത്തു നിൽക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ റിലേറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന്. രണ്ടാമത്തത് അരമുറുക്കി നിൽക്കാനായിട്ടുള്ള ഒരു ക്ഷണമാണ്. അരക്കെട്ട് കെട്ടുക എന്നത് സേവന സന്നദ്ധരാവുക, സംലഭ്യരാകുക എന്നൊക്കെ ഉള്ള അതിൻ്റെ അർത്ഥം. അവൈലബിൾ എന്നാകുക എന്നുള്ള പ്രധാനം. മനുഷ്യനൊരു അദൃശ്യ അരക്കെട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചോദിക്കാറില്ല. പലരെയും കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും പേടിയാണ്. കാരണം വല്ലാത്തൊരു തിടുക്കം അവരുടെ ശരീരചലനങ്ങൾക്കകത്തുണ്ട്. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ വൈദികർക്ക് നൽകിയ സന്ദേശത്തിൽ ഫാദർ കുള്ളൻ എന്ന് പറഞ്ഞൊരു വൈദികനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പള്ളിയിലെ കുമ്പസാരക്കാരനാണ്.
കുമ്പസാരക്കൂടെന്ന് ഒഴിയുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി പുറത്തേക്ക് വന്നിട്ട് ഈ കുട്ടികളുടെ പഴയ ഫുട്ബോളിൻ്റെ ഒക്കെ ആ പാച്ച് ഒട്ടിച്ച് കൊടുക്കുക, അത് റിപ്പയർ ചെയ്യുക. പിന്നെ വലിയൊരു ഡിക്ഷണറി ഉണ്ട്, ചൈനീസ് ഡിക്ഷണറി, അതിൻ്റെ താളുകൾ മറിച്ചിങ്ങനെ പുതിയ പദങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത് വല്ലാത്തൊരു സ്ട്രെയിഞ്ചായിട്ട് തോന്നുന്നൊരു കാര്യമാണ് നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇതായിരുന്നു: ഈ ഫുട്ബോളിന് വാച്ചോട്ടിച്ചിരിക്കുമ്പോഴും ഈ ചൈനീസ് നിഘണ്ടു പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്നെ കാണുന്ന മനുഷ്യർക്ക് തോന്നും ഇദ്ദേഹത്തിന് കാര്യമായിട്ട് ഒരു ജോലിയില്ല, ഇദ്ദേഹം വളരെ ഫ്രീയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നും ചില കാര്യങ്ങൾ പോയി സംസാരിച്ചാൽ കൊള്ളാം. ഇങ്ങനെ ചില മനുഷ്യരുണ്ടാക്കിയെടുക്കുന്ന വളരെ ബോധപൂർവമായൊരു കാര്യം, അവർക്ക് തിരക്കില്ലായിട്ടൊന്നുമല്ല. എന്നിട്ട് നമുക്ക് തോന്നും അവർക്കൊരു അദൃശ്യ ഒരു അരക്കെട്ടുണ്ട്. യേശു തന്നെ ഇങ്ങനെ ശിഷ്യരെ കഴിയുന്നതിനേക്കാൾ മുമ്പ്, വാദങ്ങൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ അരക്കെട്ട് കെട്ടി. നമ്മുടെ ഈ ഒരു ഡ്രസ് കോഡിനകത്തൊക്കെ ഉള്ള ചരട് പോലും അതുകൊണ്ട് അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത്. രണ്ടർത്ഥം ഉണ്ടെന്നാണ് ഇത് തരുമ്പോൾ ഞങ്ങളുടെ വലിച്ചന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒന്നിങ്ങനെ ലോകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുക, അതിനാണ് ഈ ചരടെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് സദാ സന്നദ്ധരായിരിക്കുക, അവൈലബിൾ ആയിരിക്കുക. ചിലപ്പോൾ ഞാൻ ആശ്രമത്തിൽ തന്നെ ചില കാര്യങ്ങൾ നിരീക്ഷിക്കാറുണ്ട്. തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടെ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, ബോബി ഞാനൊരു 3 മണി വെളുപ്പിനെയാണ്, നല്ല മഴയുണ്ട്, ഓട്ടോ ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല, എന്താ ഒരു വഴിയുള്ളത്? ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് കാലാകാലം കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ആശ്രമത്തിലെ ഒരു പ്രത്യേക മുറി പോയി കൊട്ടുക, ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട്, ഏത് രാത്രി നമുക്ക് വിളിക്കാം എന്ന് കൊട്ടുമ്പോൾ ഉറക്കച്ചാലോട് വരുന്ന എന്താ വെച്ചാൽ ഇങ്ങനെ ആവശ്യമുണ്ട് പറയാൻ നമുക്ക് ചെറിയ ചളുപ്പൊക്കെ ഉണ്ടോ? ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, വിശേഷം 3 മണി വെളുപ്പിനെന്നൊക്കെ പറയുന്നത് നമുക്ക് ആർക്കും താല്പര്യമുള്ള സമയമല്ലത്. അതിനെന്താണ്, താഴെ മെസ്സുള്ളൊരു റെയിൻ കോട്ടുണ്ട്, ഇച്ചിരി തപ്പിയെടുക്കുക, ഞാൻ വണ്ടിയുമായിട്ട് വരാം. നമ്മളത് തപ്പിയെടുത്ത് പുറത്തേക്ക് ചെല്ലുമ്പോൾ കാണാം ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് ഈ മഴയത്ത് ഒരാളിങ്ങനെ ഈ ബൈക്കിന് മുകളിലായിട്ട് ഇങ്ങനെ കൂനി പിടിച്ചിരിക്കുന്നത്. അതിങ്ങനെ അദൃശ്യമായ അരക്കെട്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരാളാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ചിലപ്പോൾ ഫലിതമായിട്ട് പറയാറുണ്ട്, വേറെ ചിലരെയൊക്കെ വിളിക്കണമെങ്കിൽ നമുക്ക് കർണക്കൊന്തയൊക്കെ ചൊല്ലിട്ട് പോയി വിളിക്കേണ്ടതായിട്ട് വരുന്നു. എന്നിട്ട് പോലും അവരിൽ നിന്നൊരു കരുണയോ എമ്പതിയോ കിട്ടുന്നില്ല താനും. അപ്പോൾ ഈ ലോകത്തോടൊരു സേവന സന്നദ്ധ പുലർത്തുക എന്നുള്ള, വിശേഷിച്ചും ലളിത ജീവിതം, ദരിദ്ര ജീവിതം എന്നൊക്കെ പറയുന്ന നമ്മളൊരു ആദർശമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാലത്തിനകത്ത് ദരിദ്രനായിരിക്കുക, ലളിത ജീവിതത്തിലായിരിക്കാൻ്റെ അർത്ഥം പോലും ട്രൈൻ ടു ബി അവൈലബിൾ എന്നാണ്. വിശേഷിച്ചും മഠങ്ങളിലും സന്യാസാശ്രമങ്ങളിലൊക്കെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം അവരെടുക്കുന്നൊരു വ്രതമുണ്ട്, ദാരിദ്ര്യവ്രതം. ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പരിശീലിക്കുന്നത് നമ്മുടെ അവൈലബിലിറ്റിയിലൂടെ. കാരണം ദരിദ്രനായൊരു മനുഷ്യന് ഇങ്ങനെ അവൈലബിളായേ പറ്റൂ, സംലഭ്യനായേ പറ്റൂ. ഒരു ചുമട്ടുതൊഴിലാളി എടുക്കുക, രാത്രി വന്ന് കഞ്ഞി കുടിക്കാനിരിക്കുമ്പോഴേക്കും അടുത്ത വീട്ടിൽ നിന്ന് ഒരാളോട് വന്നിട്ട് പറയണം, മമ്മു ഇതാ ഒരു ലോഡ് മണ്ണ് വന്നിറക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ കഞ്ഞി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ നിർത്തിയിട്ടുണ്ടോ? ഉടനെ തന്നെ തലക്കെട്ട് കെട്ടി ആ പുറത്തെ ഇരുട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. പിന്നെ പാതിരായി വരുന്നു, തലയിലൊക്കെ മണ്ണുണ്ട്, കിണറ്റിമക്കിൽ നിന്ന് ഒരു കുടം വെള്ളം തലയിലോട്ടൊഴിച്ച് ബാക്കി വെച്ച കഞ്ഞി കുടിക്കാനായുമ്പോൾ അടുത്ത വീട്ടിൽ ഉമ്മ വന്നിട്ട് പറയുന്നു, സൈനുവിന് ഈറ്റുനോവ് ആരംഭിച്ചിട്ടുണ്ട്, ഒരു ഓട്ടോ കിട്ടും അമ്മ. അമ്മ ഈ രാത്രിയിൽ വരുന്ന ഏത് ഓട്ടോക്കാരുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ ജംഗ്ഷനിലേക്ക് പോകുന്ന അയാളാണ് ദരിദ്രൻ, അയാളാണ് ഈ സംലഭ്യനായ മനുഷ്യൻ. അപ്പം മൈ സെൻസ് ഓഫ് സിംപ്ലിസിറ്റി ഈസ് പ്രാക്ടീസ് ത്രൂ മൈ എക്സ്പ്രഷൻസ് ഓഫ് അവൈലബിലിറ്റി. അങ്ങനെ കുറേ കൂടി ഇങ്ങനെ സേവന സന്നദ്ധരാവുക. വിശേഷിച്ചും നമ്മുടെ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു പരാതി അതാണ്, ഇങ്ങനെ മനുഷ്യർ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നില്ല, ചെറിയ സഹായങ്ങൾ പോലും വെച്ച് നീട്ടുന്നു. രണ്ടതാണ് നരമുറുക്കി നിൽക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് കുറേ കൂടി ഇങ്ങനെ അഗാധമായ ചില ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. യേശു പറയുന്നു ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ പെരിഫറിയാണ്. കുറേ കൂടി ഉള്ളിലേക്ക് പോകും, ആഴങ്ങളിലേക്ക് പോയി വലടാനാണ് പറയുന്നത്. തീരത്ത് നിന്നാലും ഇങ്ങനെ മീനൊക്കെ കിട്ടും, ചെറിയ ചെറിയ പരൽ മീനുകളൊക്കെ പിടിച്ച് ചുട്ട് വേണമെങ്കിൽ ഈ ഒരു 10-30,000 ദിവസങ്ങളിൽ ജീവിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത് ആഴക്കടലിലേക്ക് പോകാമെന്നുള്ളതാണ്. എന്തിൻ്റെയും ഈ ഉപരിതലത്തിൽ എക്സ്പ്രഷൻസിന് കൊണ്ട് തൃപ്തിപ്പെടരുത്, അഗാധമായ അനുഭവങ്ങളിലേക്ക് പോവുക. ബന്ധമെന്ന് പറയുന്നത് ഇത്തരം പുഞ്ചിരിയിലും ഇത്തരം സേവന സന്നദ്ധയിലും മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ബന്ധമെന്ന് പറയുന്നത് കുറേ കൂടി ഡീപ്പായിട്ടുള്ള സംഭവം. നമ്മൾ പല പ്രാവശ്യം പരാമർശിച്ച കവിത കണക്ക് അകറ്റി നിർത്തിയ നമ്മൾ മരങ്ങളെ കണക്ക് പരസ്പരം തൊടാതിരിക്കാൻ വേണ്ടി നമ്മൾ അകറ്റി നട്ട മരങ്ങൾ ഇങ്ങനെ ആഴങ്ങളിൽ
എന്തുമാത്രം പുണർന്നും പുൽകിയാണ് നിൽക്കുന്നത്. അപ്പം മനുഷ്യർ തമ്മിൽ ഇത്രയും അഗാധമായ ബന്ധമുണ്ടെന്നൊക്കെ ഒരു തിരിച്ചറിവാണ് എൻ്റെ മൂന്നാം പാഠം. കുറച്ചുകൂടി ഇങ്ങനെ അഗാധമായ ഒരു ജീവിതം സാധ്യമാണ്. ആഴങ്ങളിലേക്ക് പോകും. എന്തിനേയും ആഴങ്ങളിലോട്ട് പോകുമ്പോൾ ജീവിതം കുറേ കൂടി ഇങ്ങനെ സട്ടിലായിട്ട് കുറേ കൂടി ഇങ്ങനെ ഭംഗിയുള്ള ആയിട്ട് മാറുന്നുണ്ട്. ഈ അലകളും തിരകളും ഒക്കെ തീരത്ത് മാത്രമാണെന്ന് കടലുമായി പരിചയമുള്ള ഏതൊരാൾക്കും അറിയാം. ഉള്ളിലേക്ക് പോകുന്തോറും കടൽ ശാന്തമായി വീട്ടുമുറ്റത്തെ കുളങ്ങണക്ക് ശാന്തമാറുണ്ട്. ഇത്തരം മനുഷ്യരുടെ ജീവിതത്തിനകത്ത് വല്ലാത്തൊരു ശാന്തതയുണ്ട്. അപ്പോൾ അതൊരു മെഡിറ്റേഷൻ്റെയോ അഗാധ ജീവിതത്തിൻ്റെയൊക്കെ ശാന്തതയാണ്. നാലാമതായിട്ട് യേശു പറഞ്ഞൊരു കുഞ്ഞു കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ്, ഈ മനുഷ്യരെ പിടിക്കുന്നവരാവുക. ഒരുപക്ഷെ കടപ്പുറത്ത് മുഴങ്ങി ഏറ്റവും ഭംഗിയുള്ള കവിത അത്. മീൻ പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യരോട് പറയുകയാണ്, മനുഷ്യരെ പിടിക്കുക. എന്താൻ്റെ അർത്ഥം? മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് സദാ മനസ്സിനോട് മന്ത്രിക്കുക. എന്തിനകത്തും ഈ മനുഷ്യനെന്ന് പറയുന്നതാണ് നമ്മുടെ അൾട്ടിമേറ്റായ ഏകം. അതിനകത്തൊരു കോംപ്രമൈസും പാടില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞെന്നാൽ കൃഷിക്കാർക്ക് അപകടകരമായ വളങ്ങൾ തങ്ങളുടെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ കച്ചവടക്കാർക്ക് മായം ചേർക്കാൻ പറ്റുമോ? മനുഷ്യനല്ലേ ബേസിക്കായിട്ട്. ടോക്സോളജി എന്ന് പറയുന്നത് ഈ വിഷവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര ശാഖയാണ്. അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഒരു തരത്തിലും അതിൻ്റെ ഒരു കവിതയുള്ള ഒന്നുമല്ല, വെറുതെ പ്ലെയിനായൊരു പുസ്തകം. പക്ഷേ തുടങ്ങുന്ന ഇങ്ങനെയാണ്, ലോകത്തെ ഏറ്റവും ഹീനമായ കൊലപാതകം വിഷം കൊടുത്ത് കൊല്ലുക. എന്താ കാര്യം? അത് കുടിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ തന്നവനെക്കുറിച്ച് വലിയ വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഭക്ഷിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർക്കുന്ന മനുഷ്യർ ഇങ്ങനെ ചങ്കി കൈവച്ചുകൊണ്ട് നിലവിളിക്കണ്ടേ? ഞങ്ങൾ എന്തൊരു ഹീനതയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്ന ഏകം, നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും മനുഷ്യനെന്ന് പറയുന്ന ശ്രീഭണ്ഡാരത്തിൽ നമ്മളിടുന്ന ചെറിയ തൊട്ടുകളാണ്. മനുഷ്യനോട് ബന്ധപ്പെട്ട് ജീവിക്കുക. നമ്മൾ ആദ്യമേ തന്നെ അത് സൂചിപ്പിച്ചാണ് ആരംഭിച്ചത്. സ്പിരിച്വാലിറ്റി ഈസ് ദ ആർട്ട് ഓഫ് റിലേറ്റിംഗ്. ഒറ്റയ്ക്കൊരു ഇരിക്കുമ്പോഴും ഒരു എഴുത്തുകാരൻ ഒരുപക്ഷെ ലോകം കാണാതെ ഒരു കുടിസുമുറിയിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുമൊക്കെ അയാൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ലോകത്തോടാണ്. കുറേ കൂടി ഭംഗിയുള്ള ആഴമുള്ള ഒരു മനുഷ്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നാലാം പാഠം. ഇതൊക്കെ കഴിഞ്ഞിട്ട് യേശു നൽകിയ ആ ചെറിയ സൂചന കൂടി പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിചാരം പൂർണ്ണമാവുകയില്ല. പകൽ മുഴുവൻ പാടത്ത് പണി ചെയ്ത് അന്തിയിലെത്തുന്ന യജമാനു വേണ്ടി വിളക്ക് കൊളുത്തി കാത്തിരുന്ന ഒടുവിൽ അവൻ്റെ മേശയ്ക്ക് വിളമ്പിയിട്ട്, ഭൃത്യർക്ക് വിളമ്പിയിട്ട്, പിന്നെ അവൻ്റെ മേശയ്ക്ക് വിളമ്പിയിട്ട് സ്വയം പറയണം, ഇതാ അയോഗ്യനായ ദാസൻ, ഞാൻ എൻ്റെ കടവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും അവനവനെക്കുറിച്ച് കൂടുതൽ മതിപ്പ് തോന്നാനോ തങ്ങൾ എന്തെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കുന്നതെന്ന് തെളിയിക്കാനോ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താ? അപ്പോൾ എന്തിനകത്തും എല്ലാം കഴിഞ്ഞിട്ട് കണ്ണുപൂട്ടി നിന്ന് ഇങ്ങനെ പറയാൻ പറ്റണം, ഞാൻ ഒന്നും കൂടുതലായിട്ട് ചെയ്തിട്ടില്ല, മനുഷ്യനെന്ന് എൻ്റെ കടമ വീട്ടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു നമസ്കാരം പോലും ഞാൻ അർഹിക്കുന്നില്ല. ആമേൻ.